നമ്മുടെ മഹാബലി തമ്പുരാൻ പ്രഹ്ലാദന്റെ കൊച്ചുമോനായിരുന്നു. അസുരന്മാരുടെ ഗുരുവായിരുന്ന ശുക്രാചാര്യരാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചു വളർത്തിയത്. വെറും യുദ്ധം ചെയ്യാൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനാകാനും സ്നേഹിക്കാനുമൊക്കെ ഗുരു അദ്ദേഹത്തെ പഠിപ്പിച്ചു. അങ്ങനെ വളർന്നു വലുതായപ്പോൾ മഹാബലി വലിയൊരു രാജാവായി മാറി. അദ്ദേഹത്തിന്റെ ഭരണകാലം എന്നു പറഞ്ഞാൽ കേരളം ഒരു സ്വർഗം പോലെയായിരുന്നു. കള്ളവും ചതിയുമില്ല, എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ആർക്കും പട്ടിണിയില്ല, എല്ലാവരും ഒരുപോലെ. അയൽപക്കങ്ങളിൽ പോലും മതിലുകളില്ലാത്ത അത്രയും സ്നേഹമുള്ള കാലം. ഇത് കണ്ടപ്പോൾ ദേവന്മാർക്ക് പേടിയായി, മഹാബലി തങ്ങളെക്കാൾ വളരുമോ എന്ന്. അങ്ങനെയാണ് വിഷ്ണു ഭഗവാൻ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ വാമനനായി മഹാബലിയുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് മഹാബലി വലിയൊരു പൂജ ചെയ്യുകയായിരുന്നു. വന്ന കുട്ടിക്ക് എന്തും കൊടുക്കാൻ മഹാബലി തയ്യാറായിരുന്നു. പക്ഷേ ആ കുട്ടി ചോദിച്ചത് വെറും 3 അടി മണ്ണ് മാത്രമാണ്. വന്നത് സാക്ഷാൽ വിഷ്ണുവാണെന്നും ഇതൊരു ചതിയാണെന്നും ഗുരു തിരിച്ചറിഞ്ഞ് മഹാബലിയോട് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല, ചോദിച്ച ദാനം ഞാൻ നൽകും എന്ന് മഹാബലി തീരുമാനിച്ചു. പെട്ടെന്നാണ് ആ അത്ഭുതം നടന്നത്. ആ ചെറിയ കുട്ടി ആകാശത്തോളം വലുതായി വളർന്നു. ഒരടികൊണ്ട് ഭൂമിയും 2ാമത്തെ അടികൊണ്ട് ആകാശവും വളർന്നു. ഇനി 3ാമത്തെ അടി എവിടെ വെക്കും എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും മടിക്കാതെ സ്വന്തം തല കുനിച്ചുകൊടുത്തു നമ്മുടെ മാവേലി. താഴ്ന്നു പോകുമ്പോഴും അദ്ദേഹത്തിന് ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ പിരിയുന്നതിൽ. അതു മനസ്സിലാക്കിയ വിഷ്ണു വർഷത്തിലൊരിക്കൽ ജനങ്ങളെ വന്ന് കാണാൻ അദ്ദേഹത്തിന് അനുവാദം നൽകി. ആ ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. ഇന്നും ഓരോ ഓണത്തിനും നമ്മുടെ പ്രിയപ്പെട്ട മാവേലി തമ്പുരൻ നമ്മളെ കാണാൻ വരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സ്വന്തം ജനങ്ങളെ ഇത്രയധികം സ്നേഹിച്ച, വാക്കുപാലിക്കാൻ സ്വന്തം തല തന്നെ കൊടുത്ത ആ വലിയ മനസ്സിനെയാണ് നമ്മൾ ഇന്നും സ്നേഹിക്കുന്നത്.